കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം കൊണ്ടുവരുന്നത് കൊണ്ട് വല്ല നേട്ടവുമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് 1960 മദ്യനിരോധനം കൊണ്ടുവന്ന ഗുജറാത്തിലെയും 2016 മദ്യനിരോധനം കൊണ്ടുവന്ന ബീഹാറിലെയും അവസ്ഥയെന്നോർത്ത് നോക്കാം. അതെ, ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നമുക്ക് ലീഗലായി ഒരു തുള്ളി മദ്യം പോലും കിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഹോം ഡെലിവറി ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഇവയായിരിക്കും. ക്രൈംസ് ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ് കുറക്കുക, ആൽക്കഹോൾ അഡിക്ഷൻ കുറക്കുക എന്നീ കാരണങ്ങൾ പറഞ്ഞായിരുന്നു ഇവർ മദ്യനിരോധനം കൊണ്ടുവന്നത്. പക്ഷെ നിരോധനം കൊണ്ടുണ്ടായ ഗുണം എന്താണ്? പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ലീഗൽ മദ്യത്തിന് പകരം ഇല്ലീഗൽ മദ്യം സുലഭമായി. അതായത് കുടിക്കുന്നവർക്ക് മദ്യം അത് എവിടെ നിന്നെങ്കിലൊക്കെ ആയിട്ട് കിട്ടും. ശേഷം ബ്ലാക്ക് മാർക്കറ്റും ബൂട്ട് ലെഗിംഗ് മാഫിയാസും രണ്ട് സ്റ്റേറ്റ്സിലും സുലഭമായി. ചുരുക്കി പറഞ്ഞാൽ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ മദ്യനിരോധനം കാരണം ആളുകൾ കൂടുതൽ പൈസ കൊടുത്ത് പഴയതിനേക്കാൾ മോശം മദ്യം വാങ്ങിക്കുടിച്ച് കൂടുതൽ ശരീരം കേടുവരുത്താൻ തുടങ്ങി. എന്നാൽ മദ്യനിരോധനം കാരണം തീരെ ഗുണമുണ്ടായിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഡൊമസ്റ്റിക് വയലൻസിന്റെ കാര്യത്തിൽ രണ്ട് സ്റ്റേറ്റ്സിലും ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും അത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക.